ഗായ്സ് സമയം 2:22 കേട്ടോ. വെളുപ്പിനെയാണ്, ആരും എണീറ്റിട്ടില്ല. അപ്പം നമ്മൾ ഗുരുവായൂർ പോവാണ് കല്യാണത്തിന് മിസ്സിൻ്റെ. ഐ എം സോ എക്സൈറ്റിങ്. എന്തെന്ന് വെച്ചാൽ ഞാൻ ആദ്യമല്ല രണ്ടാമത്തെ പ്രാവശ്യമാണ് ഗുരുവായൂർക്ക് പോകുന്നത്. ഞാനും വിധുവാണ് പോണേ. കല്യാണം ഒരു കുരു വന്നു ഗൈസ്. എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഒട്ടഞ്ഞാൽ കുരു വരും. അപ്പോൾ ദേ റെഡിയാകാൻ പോവാണ്. ഞാൻ ഇന്നലെ കുളിച്ച്, അതായത് 12 മണിയൊക്കെ ആയപ്പോൾ കുളിച്ച്. ഇനി ഒന്ന് മേല് കഴിയാൻ മതി. നോണൊന്നും കൂട്ടിട്ടില്ല. അപ്പോൾ ഇതുകൂട്ടനെ ആ കൂടെ തന്നെ കുളിപ്പിച്ചായിരുന്നു. ഉറങ്ങുവാണ്. അപ്പോൾ രാവിലെ കുളിപ്പിച്ച് എണ്ണയൊക്കെ വെച്ച് കുളിപ്പിച്ച് രാത്രി. അപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാട്ടോ. കണ്ണനെ കാണാൻ പറ്റുമോ എന്നുള്ള ടെൻഷനുണ്ട്. അതായത് നമ്മൾ ചെല്ലുമ്പോൾ ഇവിടുന്ന് ഓൾറെഡി വണ്ടി പോയി, വാച്ചിയൊക്കെ പോയി. അപ്പോൾ നമ്മളിനി പോകണം. അപ്പമൊക്കെ ആയിട്ടാണ് പോകണം. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്, കൂടെ ആയിട്ടാണ് പോകണേ. അപ്പോൾ ഇനി പല്ലൊക്കെ തേച്ച് റെഡിയാകുമ്പോൾ കാണാം കേട്ടോ. സമയമില്ല. അപ്പോൾ ഞാൻ 2:30-3 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ റെഡിയാകാനിരുന്നു. 3 മണിക്ക് പോകാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ഞാനാണ് അവരെ വിളിച്ചൊക്കെ ഏൽപ്പിച്ചത്. അവരും റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോയ്സ്ചറൈസിങ് ക്രീം ഇട്ടു. പിന്നെ പോൺസിൻ്റെ സൺസ്ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. എന്നാന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു. പിന്നെ ഫെയർ ആൻഡ് ലവ്ലി, പിന്നെ ഒരു ഫൗണ്ടേഷൻ ഡാസിലറിൻ്റെ, അതിൻ്റെ ഷെയ്ഡൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടു. നല്ലപോലെ ബ്ലെൻഡ് ചെയ്തു. ബ്ലെൻഡർ ഇല്ല കേട്ടോ, അതുകൊണ്ട് കൈകൊണ്ടാണ്. പിന്നെ പോൺസിൻ്റെ പൗഡർ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പൗഡർ ഇട്ടാലേ എനിക്കൊരു സമാധാനമുള്ളൂ. അത് വാരിപ്പൊത്തി. അത് കഴിഞ്ഞപ്പോൾ ഈ ഡാസ്ലറിൻ്റെ തന്നെ ഐലൈനർ കൊണ്ട് കണ്ണെഴുതുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എന്നാന്ന് വെച്ചാൽ ഗുരുവായൂർ പോണതിൻ്റെ കണ്ണനൊക്കെ. പക്ഷേ കണ്ണനെ ഒന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ ചെന്നപ്പോൾ ലേറ്റായി പോയായിരുന്നു, അതുകൊണ്ടാണ്. പക്ഷേ ഞാൻ ഹാപ്പിയാണ്. എന്നാന്ന് വെച്ചാൽ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞങ്ങൾ പോയിട്ട് വന്നല്ലോ. ആഗ്രഹങ്ങളൊക്കെ നടന്നു അവിടെ. പക്ഷേ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ, വെളിയിൽ നിന്നാൽ. അപ്പോൾ പിരിവൊക്കെ എഴുതി ദേവൻ്റെ ആ പെൻസിൽ വെച്ചാണ് എഴുതിയത്. ഞാൻ പറഞ്ഞല്ലോ, ഐബ്രോ പെൻസിൽ കണ്ടില്ല. പിന്നെ അത് ലിപ്സ്റ്റിക് ഇട്ടു. ഇതിൻ്റെ ആവശ്യമില്ലാന്ന് അവിടെ ചെന്നപ്പോൾ ഇത് മൊത്തം ഞാൻ തിന്നു. പിന്നെ 5-ൻ്റെ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് എടുത്താണ് ഞാൻ ഇട്ടത്. അപ്പോൾ അതും അങ്ങനെയായി. ഞാൻ ഡ്രസ്സ് ഷീജിച്ചിട്ട് എടുത്ത് തയ്പ്പിച്ചാട്ടോ. ഞാൻ ലേസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞതാണ്. പക്ഷെ ഒന്നും ചെയ്ത് തന്നിട്ടുമില്ല എനിക്ക്. ഇന്നലെ, അതായത് ഞാൻ പോണതിൻ്റെ തലേദിവസം വൈകുന്നേരം ആണ് എനിക്ക് കിട്ടണത്. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ മാല എടുത്തിട്ടായിരുന്നു, അതൊക്കെ മാറ്റിയത്. കമ്മലയാണെന്ന് മീഷോയിൽ നിന്ന് മേടിച്ചത്. പിന്നെ പൊട്ടൊക്കെ കുത്തി ഞാൻ എൻ്റെ സാധാരണ ഒരു മാല എടുത്തിട്ട്, സ്വർണ്ണമാല. പിന്നെ അത് എങ്ങനെയാണ് ഞാൻ ഒരുങ്ങിയത്. ഇതൊക്കെ വണ്ടി കയറിയാൽ പോയി കേട്ടോ. ഞാൻ മുടിയൊക്കെ വാരിപ്പൊക്കെ കിട്ടി. അന്നേരം ആ സമയത്ത് വിധുക്കൂട്ടൻ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ദേവനെ കൊണ്ടുപോകണില്ല, ദേവനും അച്ഛനൊക്കെ ഉറങ്ങുവാണ്. അപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ വാതിക്കെ കൂടെ നടന്നപ്പോൾ ആ ടൈമിൽ അവർ വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിത് നേരെ പോവാണ്. അനുമോടെ ഹസ്ബൻഡിൻ്റെ ചേട്ടനെയും നമ്മൾ പൂത്തോട്ടയിൽ നിന്ന് വന്നുണ്ടായിരുന്നു. പുള്ളീനെ എടുത്ത് നമ്മളിത് നേരെ പോയി. കുറേ നേരം ഉണ്ടായിരുന്നു. നമ്മൾ 3:30 ആയപ്പോൾ ഇറങ്ങി. ഒരു 6 മണി 6:30 6:45 ആയപ്പോൾ നമ്മൾ ഗുരുവായൂർ എത്തിയായിരുന്നു കേട്ടോ. ഗുരുവായൂർ നമ്മൾ ചെന്നു. ഗുരുവായൂർ അമ്പലമാണ് കാണുന്നത്. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും, അതായത് കല്യാണത്തിനുള്ള എല്ലാവരും നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു വണ്ടി ഞാൻ പറഞ്ഞല്ലോ, രാവിലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗിരിവച്ചിട്ട് സാരിയും കാര്യങ്ങളൊക്കെ കൊടുക്കണു. അനുമോക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ അവർക്കും അതൊക്കെ ചെയ്യാം. ഞാൻ ഓൾറെഡി എല്ലാം റെഡിയാക്കിയാണല്ലോ പോയത്. പക്ഷേ മുടിയൊക്കെ ഒന്ന് കെട്ടേണ്ടി വന്നു. എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് മാറ്റി. എനിക്ക് കുറച്ചും കൂടി ചേരണത് ഈ ഒരു ഷെയ്ഡാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞപ്പോൾ അവളും റെഡിയായി. അപ്പോൾ പിന്നെ അപ്പു റെഡിയാകാനായിട്ട് നമ്മൾ ബോയ്സിന് റൂം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പറയാൻ മറന്നുപോയി. അപ്പോൾ ആ റൂമിലേക്ക് വന്നു. അവിടെ കുറച്ച് നേരം ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. അവിടെ മറ്റേ ക്യാമറക്കാരുടെ റിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഗിരിച്ചിട്ട് ഞാൻ പോകുമെന്ന് വെച്ചില്ല കേട്ടോ. എനിക്കാണെങ്കിൽ തലവേദന എടുക്കും ഈ AC ഒക്കെ ഇട്ടിരിക്കുമ്പോൾ. പിന്നെ അതുപോലെ ഞാൻ മുടി അഴിച്ചല്ലേ ഇട്ടേക്കണം. അപ്പോൾ പിന്നെ അത് ബോറായിരിക്കുന്നു കരുതി. അപ്പോൾ അവന് റെഡിയായിട്ട് നമ്മൾ പയ്യെ ഇറങ്ങിയിട്ട് ആ റൂമിൻ്റെ അവിടെ ഉള്ളൊരു കുഞ്ഞ് കൃഷ്ണൻ്റെ ഫോട്ടോയും കൃഷ്ണൻ്റെ വിഗ്രഹവും പിന്നെ കഥകളിയുടെയൊക്കെയാണ്. അപ്പോൾ ഞങ്ങളത് പോവാണ്. അപ്പം വഴി അറിയാൻ പറ്റും എങ്ങനെയാണ് പോണേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ വാതിൽ തുറക്കാനും പോണേന്ന്. വെളിയിലേക്കുള്ള എൻട്രൻസാണ്. ഒരു വീട് പോലെയൊക്കെ തന്നെ. അപ്പോൾ ഇത് നമ്മൾ പോകാനായിട്ട് അങ്ങ് നിന്നപ്പോൾ നല്ല മഴയാട്ടോ. അവരാദ്യമേ നമ്മൾ വന്നപ്പോഴേ അവർ പോയായിരുന്നു. അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ വന്ന വഴിക്ക് ഒരു ചായയൊക്കെ കുടിച്ചായിരുന്നു. അതൊക്കെ മറന്നുപോയി വിധുക്കൂട്ടൻ എണീറ്റുകൊണ്ട്. അപ്പോൾ അത് നല്ല മഴയാണ്. ഞങ്ങൾ കുറേ കഴിഞ്ഞാണ് പോയത്. ഞങ്ങളുടെ പോസ്റ്റ് അടിച്ച് നിൽക്കുക. വിധുക്കൂട്ടനെയൊക്കെ റെഡിയാക്കി. അപ്പോൾ നമ്മൾ നടന്ന് ഗുരുവായൂർ അമ്പലത്തിലേക്ക് ചെന്നത്. ഷെയ്ക്കാണത് ഞാൻ സ്പീഡിലിട്ടിട്ടാണ്. അപ്പോൾ ഓരോ ബ്രൈഡും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അല്ലാണ്ട് റീൽസ് എടുക്കുന്നുണ്ട് എല്ലാവരും.
അപ്പോൾ അവരുടെ അടുത്ത് വന്നിട്ട് അവരുടെ ഓൾറെഡി കെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എന്താണ് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ നിന്ന് കറക്റ്റായിട്ട് കൃഷ്ണനെ കണ്ട് തൊഴായിരുന്നു കേട്ടോ. അതായത് അടുത്തല്ല എന്നാലും കാണാമായിരുന്നു. അപ്പോൾ കുറേ ബ്രൈഡ്സും ഗ്രൂമും ഒക്കെ അതുവഴി നടപ്പുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കണവർ ഞങ്ങൾ കുറച്ച് റീലും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. കുറച്ചെല്ലാം 1-2-3 ഒക്കെ എടുത്ത് പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കണമായിരുന്നല്ലോ. നമ്മളെന്നും വന്നതല്ലോ, നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിക്കാൻ പറ്റിയ രീതിയിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ റീൽസിലൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇതൊക്കെ ഒന്ന് കണ്ടിട്ടേ ഉള്ളൂ, ഓർമ്മയില്ലാത്തപ്പോൾ അതായത് കുഞ്ഞിലെ എങ്ങാണ്ട് പോയത് അതായത് അവിടെ മഞ്ചാടി വാരണ ഒരു ഇതുണ്ടായിരുന്നു അന്ന്, അത് ആ ഒരു ഓർമ്മയുള്ളൂ. അപ്പോൾ ഞങ്ങളിത് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ പോണ വഴിക്ക് അവിടെ എന്തോ ഒരു ഇത് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചായ കുടിച്ചില്ല, അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അപ്പോൾ അത് അവർ ഹോട്ടലിലല്ല ഓഡിറ്റോറിയത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോവാണ്. അപ്പോൾ ചിറ്റേനോട് പറഞ്ഞു പിള്ളേർക്ക് എന്തെങ്കിലും മേടിക്കണമെങ്കിൽ മേടിച്ചോ. ഞാൻ പറഞ്ഞു ഇവിടെ നിന്നൊക്കെ എന്ത് മേടിക്കാനാണെന്ന് ചോദിച്ചാൽ ഒന്നും മേടിച്ചില്ല കേട്ടോ. പക്ഷെ നല്ല ഭംഗിയിലൊക്കെയുള്ള കൃഷ്ണന്മാർ കുഞ്ഞിക്കണ്ണന്മാരൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വിഗ്രഹങ്ങളിൽ ഈ വണ്ടി ഇടാൻ പറ്റിയ സാധനമൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആണ് ടിപ്പായി ഇടാനായിട്ട് എന്തെങ്കിലും മേടിക്കുന്നത്. അപ്പോൾ അവർ വന്നു കേട്ടോ. അവർ വന്നപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കണ കാര്യം പറഞ്ഞാൽ അവൻ എന്നെ കളിയാക്കുകയാണ്. അത് കഴിഞ്ഞപ്പം നമ്മളിത് ഇവിടെ കുഞ്ഞു കണ്ണനൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഈ കടയിലൊരു മഞ്ചാടിയൊക്കെ ഇട്ടിരിക്കുന്ന കണ്ണനുണ്ടായിരുന്നു. അത് അനുമോക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അത് നോക്കുമായിരുന്നു അവരെ. അനുമോൾ ധാവണയാണ് കൊടുത്തേക്കണം, ഉണ്ണി ഷർട്ടും കുർത്തയും കല്യാണത്തിൻ്റെ ആണോ. അപ്പോൾ അതൊക്കെ നോക്കി നല്ല രസമാണ് അവരവിടെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണം. അവർ അമ്പലത്തിനകത്ത് കയറിയ പോലെ തോന്നും. അപ്പോൾ നമ്മൾ കൈ കൂപ്പി പോകും, അതേപോലെ കൃഷ്ണൻ്റെ ഫോട്ടോ ഇങ്ങനെ ഇരിക്കുക നല്ല ഭംഗിയിൽ. ഇത് ആ മഞ്ചാടിയുടെ കണ്ണനെയാണോ ഒക്കെ ഇഷ്ടമായത് കേട്ടോ. അത് നല്ലതായിരുന്നു കണ്ടോ, എല്ലാ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കേട്ടോ. വിധുക്കുട്ടൻ ബലൂണൊക്കെ കണ്ടപ്പോൾ അത് വേണോ ഇത് വേണോ എന്നൊക്കെ പറഞ്ഞു. എൻ്റെ എളിയിൽ നിന്ന് ഇറങ്ങണില്ലായിരുന്നു കേട്ടോ. അവൻ്റെ 2-3 വീഡിയോയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ എളിയിൽ നിന്ന് ഇറങ്ങണില്ല. എൻ്റെ കയ്യിൽ നിന്ന് മാറിയ ചിറ്റയുടെ കയ്യിൽ നിന്ന് മാറിയ അനുമോള് അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് പൂക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഇവിടെ 60 രൂപയാണെങ്കിൽ അവിടെ 30 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പൂവിന്. നമ്മൾ ചെന്നപ്പോൾ അങ്ങനെ ഓരോരുത്തർ കൊണ്ടുവരും അടുത്ത്. എന്നിട്ട് അവർ പറയും ഇതിപ്പോൾ മഴയായതുകൊണ്ട് നമ്മൾ കൊടുക്കുവാണ് 30 രൂപക്ക്, വാദിക്കാൻ ചെന്നാൽ 60-നാന്നൊക്കെ പറയും. ഇത് ഗസ്റ്റ് ഹൗസ് എന്തോ ആണ്, ഗുരുവായൂർ അമ്പലത്തിൻ്റെ ശ്രീലസം ഗസ്റ്റ് ഹൗസ് ഉണ്ടാവും. അതിൻ്റെ വാദിക്ക 2 ആനകളും പിന്നെ ഇപ്പോൾ ഞാൻ കാണിച്ച സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ ചായ കുടിക്കാനായിട്ട് അവരുടെ ഓഡിറ്റോറിയത്തിലേക്ക് വന്നു. അപ്പോൾ അവരുടെ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ അവിടെ നിൽക്കുകയാണ് ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞ്. ഞങ്ങളത് നടന്ന് അവൾ ബാഗ് എടുത്തേക്കണം എന്നാന്ന് വെച്ചാൽ അതിനകത്ത് ടർക്കിയും ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞിനെ തുടക്കാനൊക്കെ അപ്പോൾ അവളത് എടുക്കുക. നമ്മൾ വന്ന വഴി വീണ്ടും അതിനകത്തൊന്ന് കയറി ഫ്രഷായിട്ടാണ് വരുന്നത്. നമ്മൾ ആ റൂമിൽ കയറിയായിരുന്നു. അപ്പോൾ ചിറ്റയുടെ കൈ അവരുണ്ട്, ബാവുച്ചനുണ്ട്, അമ്മയുണ്ട്, അഞ്ജുവിൻ്റെയും മിസ്കോൻ്റെയൊക്കെ കേട്ടോ. നമ്മൾ ലിഫ്റ്റിനകത്ത് കയറി പോവാണ്. വിശന്ന് എല്ലാവർക്കും വിശക്കണമുണ്ട്. സുമാമയൊക്കെ പറയാം വിശന്നിട്ട് കണ്ണ് കാണാൻ വെച്ചാൽ ഒത്തിരി നേരമായില്ലേ, വെളുപ്പിനെ വന്നല്ലേ. ബാവുച്ചനോട് ഞാൻ ഹായ് കാണിക്കാൻ പറഞ്ഞു. ബാവുച്ചൻ കാണിച്ചില്ല, പറഞ്ഞു ഹായ് എന്ന്. സുമാമ അത് കേട്ട് ചിരിക്കുക, വ്ളോഗ് എടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് അവിടെ ചെന്ന് ഇരുന്ന് ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. കുറേ നേരമായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്നും വന്നില്ല കേട്ടോ. ഞങ്ങൾ കുറച്ച് പേര് കഴിച്ചവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കഴിക്കാനുണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ ഫോട്ടോ എടുക്കാൻ പോയി ചെറുക്കനും വേണം. അപ്പോൾ അതേ ഫുഡ്, അതായത് ഇഡലിയും സാമ്പാറുമാണ്. നമ്മൾ എന്തെങ്കിലും രണ്ടാമത് ചോദിച്ചില്ല, അവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ദേഷ്യമാണ്, അവർ തരത്തില്ല. എന്നു വെച്ചാൽ ഞാൻ വിധുക്കൂട്ടനും എനിക്കും ഒക്കെ കൂടി ഒറ്റ വടയായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അവൻ അത് വിശന്നിട്ട് ഒരു വട തിന്നായിരുന്നേ, അതായത് കഴിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി ചോദിച്ചപ്പോൾ ആ പുള്ളി 2 പേരുണ്ടായിരുന്നു. ഒരു ചേട്ടൻ തന്നു, ഒരു പുള്ളി ഇനി ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ആ മറ്റേ ചേട്ടൻ സാരില്ല ഞാൻ തരാമെന്ന് കൊച്ചിന് അവൻ ചെന്ന് ആ പാത്രം വരെ അവരെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇത് ഈ ബ്ലാക്ക് ഷർട്ടിട്ട ചേട്ടനാട്ടോ തന്നത്. ഈ ആ ചുമന്ന ഷർട്ടിട്ട പുള്ളിയാണ് തരിയെന്ന് പറഞ്ഞത്. പുള്ളി പറഞ്ഞിട്ടോ അങ്ങനെ.
അത് ഞാൻ പിന്നെ ഊണ് കഴിക്കാനിരുന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ഇഡലി വന്നു, നല്ല ഇഡലിയായിരുന്നു, നല്ല സോഫ്റ്റ് ഇഡലിയായിരുന്നു, ഇച്ചിരി വലിയ ഇഡലിയായിരുന്നു. രണ്ടെണ്ണേ കഴിച്ചുള്ളൂ. ചേച്ചി കുറച്ച് കഴിയുമ്പോൾ ചോറുണണമല്ലോ. അത് കഴിഞ്ഞപ്പോൾ ചമ്മന്തി വന്നു, പിന്നെ സാമ്പാർ വന്നു. ഇനിയിപ്പം കഴിച്ചാൽ മതി. കുറേ പേര് ഓപ്പോസിറ്റ് ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് കൂടെ രാവിലെ ഒന്നും പറ്റിയില്ല. എന്നാന്ന് വെച്ചാൽ എല്ലാവർക്കും കഴിക്കാൻ ഗ്യാസ് കയറിയായിരുന്നു. ഒത്തിരി നേരമായിരുന്നു. ചെറുക്കനും പെണ്ണും വന്നായിരുന്നു. അത് കഴിഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തു. ഈ ഒരു ലുക്ക് സ്വാതിയുടെ അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ലൂസ് ഹെയറൊക്കെ. രണ്ടാമത്തെ ലുക്കും കുഴപ്പമില്ല, പക്ഷേ ഒന്നും കൂടി ഭംഗി ആ ഫേസിന് ചേരണത് ഈ ഒരു ലുക്കായിരുന്നു. അപ്പോൾ അതേ ചന്തു വന്നു, ഞാൻ വീഡിയോ എടുക്കണുണ്ടപ്പോൾ അങ്ങനെ ഏതാണ്ടൊക്കെ പറയുവാണ്. ഞാൻ എന്തോ പറഞ്ഞപ്പോൾ എന്നോട് നീ പൊടിയെന്ന് പറഞ്ഞതാണത്. പിന്നെന്താ, അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ പിന്നെയും ഇവിടെ വന്നിരുന്നു കേട്ടോ. ഇവിടെ വന്ന് കുറച്ച് ഉഷാമയും വാവച്ചി ഓപ്പോസിറ്റ് ഇരിപ്പുണ്ട്, ഫ്രണ്ടിലിരിപ്പുണ്ട്. പിന്നെ ഇതാണ് അവരുടെ സ്റ്റേജ്. കുഞ്ഞ് ഇതായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വിതുക്കുട്ടൻ ഞങ്ങളുടെ പുറകിൽ കസേര കയറിയിരുന്നപ്പോൾ ഞാൻ 2-3 ഫോട്ടോ എടുത്തു കേട്ടോ. അത് പുള്ളി അവിടെയൊക്കെ നടന്നു. പുള്ളി അവിടെ കുറച്ചേരൊക്കെ ഓടിയൊക്കെ നടന്നായിരുന്നു. അവിടെ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ സെക്കൻഡ് സാരി, അതായത് നമ്മുടെ അതിനെന്താ പറയണേ, സെറ്റ് സാരി അല്ലാണ്ട് രണ്ടാമത്തെ വെഡ്ഡിങ് സാരി കൊടുത്ത് രണ്ടാമത്തെ ലുക്കൊക്കെ ആക്കി അവർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് താലമൊക്കെ ആയിട്ട് ഇവർ പോവുകയാണ്. ഇതാണ് പെണ്ണിൻ്റെ അമ്മ. ആ ഗ്രീൻ ഷർട്ട് ഇട്ടേക്കണം അച്ഛൻ, അത് അനിയൻ. അപ്പോൾ അവർ എല്ലാവരും കൂടി ബ്രൈഡിൻ്റെ ആൾക്കാർ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ സൈഡിൽ ഇരിപ്പുണ്ട് കേട്ടോ. സുമാമയും ബാബുച്ചനൊക്കെ ഓപ്പോസിറ്റ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവർ വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറച്ച് പേരെ നമ്മളിവിടെ നിന്ന് പോവുള്ളൂ. ഫുള്ളായിട്ടൊരു 19 പേര്. ഇതേ ചെറുക്കനും പെണ്ണും. ഇതാണ് സെക്കൻഡ് സാരി, വെഡ്ഡിങ് സാരി, വെഡ്ഡിങ് ലുക്ക്. അപ്പോൾ അതേ അവർ പോവുകയാണ്. സ്വാതിയൊക്കെ ഗ്യാസ് കയറിയിട്ടാണ്. സ്വാതിക്ക് മാത്രമല്ല എല്ലാവർക്കും അത് നമ്മൾ കടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇത്രയും രാവിലെ ഞാനെന്ന് പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അത്രയും നേരം എംപ്റ്റി സ്റ്റൊമക്കിൽ ഇരിക്കുമല്ലേ. അപ്പോൾ ഗ്യാസ് കയറിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഫുഡ് കഴിച്ചു കേട്ടോ. അങ്ങനെ ഇത്ര ദൂരെ തിരിച്ചു പോകാറുള്ളതല്ലേ. പിന്നെ അവർ എല്ലാവരെയും തൊഴുത് പിന്നെ കൈയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് വാക്കൊക്കെ ഉറപ്പിച്ച് പിന്നെ അവരുടെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ ഗ്യാപ്പിൽ നമ്മൾ പോകാനായിട്ട്, അതായത് ചിറ്റ അവിടെ ഇരുന്ന് തീരെ ഉറക്കായിരുന്നു. ചിറ്റയുടെ കണ്ണ് തൂങ്ങിപ്പോയായിരുന്നു, ചിറ്റയുടെ സുമാമയുടെ ഒക്കെ കേട്ടോ. ആ ഗ്യാപ്പിൽ വിതുക്കുട്ടനെ തന്നെ അവിടെ നമ്മൾ റൂമിൽ പോയായിരുന്നു. റൂമിൽ പോയി സാരിയൊക്കെ ഒന്നും കൂടിയൊക്കെ കൊടുത്ത് അവനെ ഉറക്കി കൊണ്ടുവന്നപ്പോൾ ഫുഡ് കഴിക്കാറായി. ഫുഡ് കുഴപ്പമില്ലായിരുന്നു. പായസം ഒരു രക്ഷയില്ലായിരുന്നു. പാലട പായസം അടിപൊളിയായിരുന്നു. ഞാൻ 3 ഗ്ലാസ് കുടിച്ച് കഴിച്ചു. കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു മോളെ? അടിപൊളി. കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? ഇങ്ങോട്ട് നോക്ക്. പിന്നെ എന്റെ ബീതുക്കുട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങള് എല്ലാം കഴിഞ്ഞത് പോവാട്ടോ. പെരുമഴയാണ്. ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു കല്യാണം. വണ്ടി വരാൻ നിൽക്കുവാണ്. ഭയങ്കര മഴയാണ്. അപ്പോൾ ആ ഗ്യാപ്പിൽ അവൾ എന്നോട് പറഞ്ഞു കുറച്ച് വീഡിയോസും കാര്യം. ഇത് ഈ സ്ട്രെയിറ്റ് ആയിട്ട് ഫോൺ പിടിക്കുമ്പോൾ എടുക്കണോണ്ടാട്ടോ. അപ്പോൾ അവൾ വെച്ച ക്ലാസ് ബാബുച്ചിന് കൊടുത്തു. ഈ ക്ലാസ് ഇതെല്ലാവരുടെ കയ്യിലും ഇങ്ങനെ നടക്കുമായിരുന്നു. ഞാൻ വെച്ച് അവൾ വെച്ച്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുക കേട്ടോ. ബാബുച്ചിന് എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൾ അനുമോൾ ബാബുച്ചിനോട് പറയാം യോഗ കാണിക്കാനൊക്കെ പറയും. ബാബുച്ചിന് അറിയില്ല. അപ്പോൾ എന്നോട് ഏതാണ്ട് ബാബുച്ചൻ പറഞ്ഞു കേട്ടോ, വ്ളോഗാണോ എന്ന് എന്തോ ചോദിച്ചു. അത് കഴിഞ്ഞ് അവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പുറത്ത് വന്നപ്പോൾ ഇത് മഴ, എല്ലാവരും വെയിറ്റ് ചെയ്യുക, പോകാൻ പറ്റാണ്ട്. ഈ ഒരു മതിലിൻ്റെ അപ്പുറമാണ് ആ റൂം. അവിടെ വണ്ടി കിടപ്പുണ്ട്, പക്ഷേ എടുക്കാൻ ഒരു നിവൃത്തിയില്ല. വിതുക്കൂട്ടൻ ഇപ്പോഴാണ് ഒന്ന് ആക്റ്റീവായത്. അവളുമായിട്ട് കുറച്ച് നേരം കളിക്കുകയോ ഓടി നടക്കുകയൊക്കെ. അവിടെ മഴ പെയ്യണതുകൊണ്ട് പുള്ളിക്ക് ആ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് അറിയത്തില്ല, പിള്ളേരെ ഇങ്ങനെ കാണിക്കണമൊക്കെ വീഡിയോ ഇടാൻ പറ്റുമോ. ചിലപ്പോൾ ഇത് റിപ്പോർട്ട് അടിക്കും. ഇത് അപ്ലോഡാണ് മുമ്പ്. അത് കുഞ്ഞിനെ ഇങ്ങനെ ഇട്ട് പിടിക്കുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ചിലർ വീഡിയോ കാണുമ്പോൾ പറയും പിള്ളേരെ ഇങ്ങനെ ഇട്ട് പിടിക്കരുതെന്ന്. കൊച്ചിനൊക്കെ നല്ല ഒത്തിരി നാളത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അത് കഴിഞ്ഞപ്പോൾ നമ്മളിതേ അവിടെ നിന്ന് വണ്ടിയിലൊക്കെ കയറുക. നമ്മൾ പോകുന്നു കേട്ടോ. പോകുന്നത് ഇവിടെ കുറച്ച് സെറ്റ് സാരി നല്ല ഭംഗിയുള്ളത് കിടപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഫ്രണ്ടിലത്തെ കടയിൽ ഗുരുവായൂർ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചത്. അത് കഴിഞ്ഞ് കുറേ ഇങ്ങനെ പോകുന്നത് നമ്മൾ ചായ കുടിക്കാൻ കയറി. എറണാകുളത്ത് ഒരു കടയിലാണ് കയറിയത്. അപ്പോൾ അവിടെ ചെന്ന് വിതുക്കുട്ടനൊക്കെ നല്ല ഉറക്കമായിരുന്നു. ഞാനും ഒക്കെ ഉറങ്ങി. തല നേരെ നിൽക്കണുണ്ടായിരുന്നില്ല. മുടിയൊക്കെ കെട്ടി വെച്ചു കേട്ടോ. ഫ്രണ്ടോട്ട് ഇങ്ങനെ പോവുമായിരുന്നു. എൻ്റെ കമ്മൽ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അവിടെ ചെന്നപ്പോൾ ഒരു ഉറഞ്ഞ മുളക് വട, പിന്നെ എന്താണ് പത്തിരിയാണ് കിട്ടിയത്. ചായക്കാണെങ്കിൽ മധുരവും ഇല്ലായിരുന്നു. അതൊക്കെ വെച്ച് ഞങ്ങളത് ഇറങ്ങി. അവൾ അതിനിടയ്ക്ക് കോസ്റ്റ്യൂമൊക്കെ മാറിയായിരുന്നു കേട്ടോ. ഞാൻ മാറിയൊന്നുമില്ല.
അവൾ മാറി. അപ്പോൾ അവൾ ഓരോന്നൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഞങ്ങളെല്ലാവരും ചായ അല്ല കോഫി കുടിച്ച് പിന്നെ പോകുന്നത് ഈ ഒരു കടയിലെ കയറി കുഴിമന്തി അൽഫാം. ഞങ്ങൾ 3-4 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ കൊള്ളത്തില്ലായിരുന്നു. അപ്പോൾ അവിടെ അടുത്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ അതിനകത്ത്. അപ്പോൾ 3-4 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു കേട്ടോ. ഞാൻ ഇൻട്രോയും അതിൻ്റെ ഇപ്പോൾ ഒന്നും എടുത്തിട്ടില്ല. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് വേറെ ഫോട്ടോസൊക്കെ ഉണ്ട്. അത് ഫാമിലിയൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ്. അത് നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ, സീ യു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.